എല്ലാ കടകളും അടച്ചാക്കും. ചില മിനിറ്റുകൾ ഒരുമിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. എല്ലാവരും ചേർന്ന് എല്ലാവരും ചേർന്ന് എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവേ, അങ്ങയുടെ രാത്രിയാകുന്നു ഇപ്പോൾ മുതൽ അവിടുന്ന് ഞങ്ങൾ നടുവിൽ ചിന്തിക്കുന്നത്. സാധാരണമായ ദൈവകൃപയെ ഞങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു. സാധാരണമായ ദൈവശക്തി ഇപ്പോൾ ഞങ്ങളുടെ നടുവിൽ ഇറക്കണമേ. രക്ഷിക്കപ്പെടുന്നവരുടെ സേവനാത്മാക്കളായ ദൂതന്മാരെ ഇപ്പോൾ അങ്ങ് ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് അയക്കണമേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കൃപയുടെ വചനത്തിന് സാക്ഷി നിൽക്കണമേ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായത് എന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ കർത്താവെ, ഇന്ന് പകലിൽ ഇന്ന് രാത്രി അങ്ങ് സാക്ഷി നിൽക്കണമേ. അങ്ങ് വചനത്തെ ഉറപ്പിക്കണമേ. ഈ ജനത്തിന്റെ ബുദ്ധിയെ തുറക്കണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ശിഷ്യന്മാരുടെ ബുദ്ധി അവിടുന്ന് തുറന്നതുപോലെ ഇന്ന് രാത്രി ഈ ജനത്തിന്റെ ബുദ്ധിയെ സ്വർഗം തുറക്കാൻ പോവുകയാണ്. ഞങ്ങൾ അതിലേക്ക് നന്ദി പറയുന്നു. അറിയുന്നത് ഞങ്ങൾ വലിയത് പ്രതീക്ഷിക്കുന്നു. പരിചയങ്ങൾ പലതുണ്ട് കർത്താവെ. എല്ലാ പരിചയങ്ങളും നിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്നു. ഒരു മാധ്യമമായി ഇവിടുത്തെ ദാസൻ ഇവിടെ നിൽക്കുന്നു. അങ്ങ് സംസാരിക്കണമേ. അങ്ങത് ചെയ്യും. ശുശ്രൂഷ നയിക്കും. ജനത്തെ അനുഗ്രഹിക്കും. ജനത്തോട് കൃത്യമായി സംസാരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 18. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഒന്നുകൂടെ എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും വന്ദനം പറയുന്നു. വിശേഷിച്ച് എന്റെ നാട്ടിലെ സഭയിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെമ്പർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഇവിടെ ബിസിനസ് ചെയ്യുന്നു. കർണാടകാസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദേവദാസ് ഞങ്ങളുടെ സഭയ്ക്ക് പുതിയ അനുഗ്രഹമാണ്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കരുണയാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ റോമാലേഖനത്തിൽ നിന്നായിരിക്കും പ്രധാനമായി ചിന്തിക്കുവാൻ പോകുന്നത്. ഈ വാക്യത്തിൽ ബേസ് ചെയ്തുകൊണ്ട് മുൻപോട്ടും പിൻപോട്ടും ഇറങ്ങി ഒരുപോലെ നമ്മൾ ദൈവവചനം ചിന്തിക്കും. പേന കയ്യിലുള്ളവർ എഴുതുകയോ വരയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. കർത്താവിനെ സഹായിക്കട്ടെ. ഇവിടെ വായിക്കുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നാം എണ്ണുന്നു. ഈ വാക്യത്തിന്റെ വിശദമായ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് റോമാലേഖനത്തെ കുറിച്ച് ഒരു കൊച്ചു മുഖവരി പറയാം. മാർട്ടിൻ ലൂതർ തുടങ്ങിയുള്ള നവീകരണ കർത്താക്കന്മാർ റോമാലേഖനത്തെ കുറിച്ച് പറഞ്ഞത് റോമാലേഖനം വേദപുസ്തകത്തിന്റെ ഹൃദയമാണെന്നാണ്. അതിന്റെ കാരണം റോമാലേഖനത്തിന്റെ വിഷയം അത്ര ഗാംഭീര്യപ്പെട്ടതാണ്. പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ റോമാലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്തെ വിഷയം നീതീകരണം, രണ്ടാമത്തെ വിഷയം വിശുദ്ധീകരണം, മൂന്നാമത്തെ വിഷയം തേജസ്കരണം. ദയവായി പറഞ്ഞാട്ടെ, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ഒരിക്കൽ കൂടെ, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. എല്ലാവരും പറയുന്നില്ല, ഒരിക്കൽ കൂടെ, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ഈ 3 വിഷയങ്ങളാണ് പ്രധാനമായും റോമാലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 3 ഭാഗങ്ങളായിട്ടാണ് 3 വിഷയങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ നീതീകരണവും 6-7 അധ്യായങ്ങൾ വിശുദ്ധീകരണവും 8 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ തേജസ്കരണവുമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് ഈ റോമാലേഖനത്തെ നമ്മൾ വിശകലനം ചെയ്താൽ 1-2 അധ്യായങ്ങൾ ജാതീയ മണ്ഡലത്തിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവിക ന്യായവിധിയുടെ വിളംബരമാണ്. എന്നാൽ 3-ാം അധ്യായം ഇസ്രായേലിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവിക ന്യായവിധിയുടെ അവതരണമാണ്. ഒരിക്കൽ കൂടി പറഞ്ഞാൽ ജാതിയും യഹൂദനും ഒരുപോലെ ന്യായവിധിയുടെ കീഴിലാണെന്ന് റോമാലേഖനം 1-2-3 അധ്യായങ്ങൾ ആവർത്തിച്ച് പറയുന്നു. എന്നാൽ റോമാലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം അതിമഹത്തായ ഒരു വെളിപ്പാടിന് നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നു. അത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. ന്യായവിധിയുടെ നിഴലിന്റെ കീഴിൽ കിടക്കുന്നവർക്ക് നീതീകരണം എന്ന് പറയുന്ന ഒരു നിറമുണ്ട് എന്ന് 21-ാമത്തെ വാക്യം പറയുന്നു. 4-ാം അധ്യായം നീതീകരണത്തിന്റെ 2 സാക്ഷികൾ. 1 പഴയ നിയമത്തിന്റെ പിതാവായ അബ്രഹാം, 2 ദാവീദ്. അതാണ് 4-ാം അധ്യായം. 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നീതീകരണത്തിന്റെ 9 വിധ അനുഗ്രഹങ്ങൾ സ്തോത്രം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ഇവിടെ നീതീകരണം എന്ന് പറയുന്ന 1-ാം ഭാഗം അവസാനിക്കും.
എന്നാൽ 6-ാം അധ്യായം വിശുദ്ധീകരണമാണ്. പുതിയ നിയമ വിശുദ്ധി എന്താണ് എന്ന് വ്യക്തമായി പറയുന്ന വേദപുസ്തകത്തിന്റെ ഭാഗമുണ്ടെങ്കിൽ റോമാലേഖനം 6-ാം അധ്യായമാണ്. 7-ാം അധ്യായം അതിന്റെ അനുബന്ധമാണ്. 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 8-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെയുള്ള 8 അധ്യായങ്ങൾ തേജസ്കരണം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗത്തെ കൈകാര്യം ചെയ്യുന്നു. അതാണ് പൊതുവിലുള്ള മുഖ്യ. ഇനിയും 8-ാം അധ്യായത്തെ അല്പം കൂടെ കാര്യമായി നമ്മൾ വിശകലനം ചെയ്താൽ 3 വാക്കുകൾ കൊണ്ട് നമുക്ക് ഈ 8-ാം അധ്യായത്തെ പഠിക്കുവാൻ കഴിയും. ഒന്നാമത്തെ വാക്ക് ശിക്ഷാവധിയില്ല. 1-ാം വാക്യം, ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല, ശിക്ഷാവധിയില്ല. 2-ാമത്തെ വാക്ക് തോൽവിയില്ല. 3-ാമത്തെ വാക്ക് വേർതിരികയില്ല. അപ്പോൾ ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞ് ആരംഭിക്കുകയും തോൽവിയില്ല എന്ന് പറഞ്ഞ് പുരോഗമിക്കുകയും വേർതിരിയുകയില്ല എന്ന് പറഞ്ഞ് അവസാനിക്കുകയും ചെയ്യുന്ന അധ്യായമാണ് 8-ാം അധ്യായം. ഈ 8-ാം അധ്യായത്തെ ഒന്നുകൂടെ വിശകലനം ചെയ്താൽ തേജസ്കരണ പ്രക്രിയയിൽ പരിശുദ്ധാത്മാവിന്റെ പങ്ക്, ഇതാണ് നമുക്ക് 8-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇതാണ് റോമാലേഖനത്തെ കുറിച്ചുള്ള മുഖവില. ഇവിടെ വായിക്കുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച, എല്ലാവരും പറഞ്ഞേ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച എന്താ പറയും, ഈ കാലത്തിലെ കുറ്റങ്ങൾ സാരമില്ല. അപ്പൊ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കണം. വിചാരിച്ചാൽ നമ്മൾ പറയും ഈ കാലത്തിലെ കഷ്ടങ്ങൾ. ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഒരു തമിഴ് പഴഞ്ചൊല്ലുണ്ട്, നനച്ചാൽ ഞാൻ പുലിയെ പിടിപ്പേ, ഉയിര് പോയാലും നനയ്ക്ക മാട്ടേ. വിചാരിച്ചാൽ ഞാൻ പുലിയെ പിടിക്കും, തല്ലിക്കൊന്നാലും പക്ഷെ വിചാരിക്കുകയില്ല. പിടികിട്ടുന്നുണ്ടോ? ഇതുപോലെയാ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഞാൻ എന്താ പറയും, ഈ കാലത്തിലെ കഷ്ടങ്ങൾ പക്ഷെ എന്നെ തല്ലിക്കൊന്നാലും ഞാൻ വിചാരിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതും ഞാൻ പാടുന്നതും എല്ലാം കഷ്ടതയാണ്. നമ്മുടെ പാട്ടുകളിൽ കണ്ണീരും കഷ്ടതയും കയ്യാങ്കളിയും ഏകാന്തതയില്ലാത്ത ഒരൊറ്റ പാട്ടില്ല. പഴയ പിതാക്കന്മാരുടെ പാട്ട് ഇപ്പൊ വെളിപ്പാടുണ്ടാവിച്ച ചിലർ എഴുതിയ പാട്ടുമല്ല. ഒരു കാലഘട്ടത്തിലെ പാട്ടുകൾ മുഴുവൻ നോക്കിയാൽ കണ്ണീരും കയ്യാങ്കളിയും. ഞാൻ പാട്ടുകളെ ഒന്നും വിമർശിക്കുകയല്ല, കണ്ണുനീരെന്നും ആകുന്നു. വേദനകൾ പാടുന്ന പുള്ളിക്കും അറിയത്തില്ല, കേൾക്കുന്നവർക്കും അറിയത്തില്ല, ഇതെന്നാ മാറുന്നത്. സ്തോത്രം. ഞാനതുകൊണ്ട് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന ഒത്തിരി മുണ്ടൊക്കെ ഉണ്ട്, അതെല്ലാം അഴിച്ചു കളയണമെന്ന് ഞാൻ പറയുന്നത്. രോഗമുണ്ട്, ദുഃഖമുണ്ട്, കഷ്ടമുണ്ട്. ഈ മുണ്ടെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് വേറെ ചില മുണ്ടുണ്ടല്ലോ, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്, ഇങ്ങനെ ചില മുണ്ടൊക്കെ എടുത്ത് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇവിടെ കഷ്ടതയില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ്സുമായി തുലനം ചെയ്യുമ്പോൾ ഇവിടുത്തെ കഷ്ടത ഒരു കഷ്ടതയല്ല. ഓ, കണ്ടിട്ട് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നന്നായി പ്രതികരിക്കുക. നിങ്ങൾ പ്രതികരിച്ചാൽ എനിക്ക് കൂടുതൽ ദൂരം മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ, സ്തോത്രം, ഞാൻ താമസിക്കുന്ന ജോജോ ബ്രദറിന്റെ വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ട്. അവിടെ 3 മക്കളുണ്ട്. മൂത്ത മോളുണ്ട്, ഇളയ കുഞ്ഞുണ്ട്. മൂത്ത മോൾക്ക് കൊടുക്കുന്ന ആഹാരമല്ല ഇളയ കുഞ്ഞിന് കൊടുക്കുന്നത്. ആണോ ആന്റി? അല്ല. സ്തോത്രം. മൂത്ത മോൾ ഇച്ചിരി ചൂടുള്ള ചായയും പാലും ഒക്കെ കുടിക്കും. പക്ഷെ ഇളയ കുഞ്ഞാണെങ്കിൽ കുറച്ചുകൂടെ അത് തണുപ്പിക്കുകയോ ഡൈല്യൂട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യണം. ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നെനിക്ക് തോന്നിയാൽ ഞാൻ ഈ പാലിനകത്ത് വെള്ളം ഒഴിച്ച് ഇത് നീട്ടി പിന്നെ ഇത് കറക്കി തണുപ്പിച്ച് ഒക്കെ വരുമ്പോഴത്തേന് 4 ദിവസം കഴിയും. ഞാൻ നീതീകരണത്തിൽ നിൽക്കത്തേ ഉള്ളൂ. നിങ്ങൾ ഒരു വളർന്ന കുട്ടിയെ പോലെ എന്നോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നീതീകരണം വിട്ട് തേജസ്കരണത്തിൽ കയറി 3-ാം സ്വർഗത്തിൽ വരെ പോകും. ആ വിധത്തിൽ എന്നോടൊപ്പം നിൽക്കണം. ചേർന്ന് രാമേ പറഞ്ഞാട്ടെ, നമ്മളോട് സംസാരിക്കട്ടെ. അപ്പൊ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ തേജസ്സിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപ് ഇതിനൊരു ഓർഡർ. റോമാലേഖനം 6-ാം അധ്യായം പറയുന്നത്, സ്തോത്രം, നീതീകരണത്തിന്റെ ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാണ്. അപ്പം നിത്യജീവൻ എന്ന് പറയുമ്പോൾ തേജസ്കരണമാണ്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നീതീകരണത്തിൽ വരാത്തവന് വിശുദ്ധീകരണത്തെ അനുഭവിക്കാൻ കഴിയത്തില്ല. വിശുദ്ധീകരണത്തെ അനുഭവിക്കുവാൻ കഴിയാത്തവന് തേജസ്കരണത്തിൽ എത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ തുടങ്ങേണ്ടുന്നത് തേജസ്കരണത്തിലല്ല, നമ്മൾ തുടങ്ങേണ്ടുന്നത് നീതീകരണത്തിലാണ്. നീതീകരണത്തിൽ തുടങ്ങിയാൽ വിശുദ്ധീകരണത്തിലെത്തി തേജസ്കരണത്തിലേക്ക് വരാം. അതാണ് അതിന്റെ ഓർഡർ. അതുകൊണ്ട് ഞാൻ ആദ്യ ഭാഗത്തു നിന്ന് തുടങ്ങിയാണ് നീതീകരണം. എല്ലാവരും പറഞ്ഞു,
നീതീകരണം. നീതീകരണം. ദൈവസഭ ഈ കാലഘട്ടത്തിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന ഏതെങ്കിലും ഒരു സത്യമുണ്ടെങ്കിൽ ഞാൻ പറയും അത് നീതീകരണം വെളിപ്പാടാണ്. നീതീകരണം വെളിപ്പാട് കിട്ടിയാൽ പിശാചിനെ പോലും പേടിക്കുകയല്ല. നമ്മളതിലേക്ക് വരാം. ഞാൻ നീതിമാനാണെന്ന് പറയാൻ തന്റെ ഇടമുള്ള എത്ര പേരുണ്ട്? ഞാൻ നീതിമാൻ എന്ന് പറയാം തന്റെ ഇടമുള്ള എത്ര പേരുണ്ട്? ആ കൈ ഉയർത്തിയിട്ട് ഞാൻ എണ്ണാൻ പോവാണ്. 1 2 3. ഓ, ഇവിടെ വർഷം ലീഡ് ചെയ്ത പ്രധാനം പറഞ്ഞു ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങൾ. ഞാൻ നീതിമാനാണെന്ന് പറയാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് പറയാം. ഞാൻ നീതിമാനാണെന്ന് പറയാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് പറയാം. ബൈബിളിൽ പോലും പറയാം. കാര്യം ഞാൻ പറയാം. റോമലേഖനം 3:10 പറയുന്നു നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാൻ നീതിമാനാണെന്ന് പറയാൻ കഴിയത്തില്ല. ഇതാണ് നമ്മുടെ വിഷയം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഇതാര് പറയുന്നു? 18 വാക്യം. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് എഴുതിയിരിക്കുന്നു. എവിടെ? 19 വാക്യം. ന്യായപ്രമാണം പറയുന്നതല്ല. അപ്പൊ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് എഴുതിയിരിക്കുന്നു. എവിടെ എഴുതിയിരിക്കുന്നു? ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. എന്നോട് പറഞ്ഞേ, എന്തുകൊണ്ട് ന്യായപ്രമാണം പറഞ്ഞു നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന്? 20 വാക്യം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തിയാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ നീതിമാൻ ആരുമില്ല എന്ന് പറയാനുണ്ടായ കാരണം എന്തോ? കാരണം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ന്യായപ്രമാണം പറഞ്ഞ എന്തുവാ? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. സ്തോത്രം. ചോദ്യം, നമ്മൾ ന്യായപ്രമാണത്തിലാണോ നമ്മൾ കൃപയിലാണോ? ഒരു പറ. അപ്പൊ ഇതും നാമുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. നാമുമായിട്ട് ബന്ധം കിടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ 21 വാക്യം. ഇപ്പോഴോ, എല്ലാവരും പറഞ്ഞേ ഇപ്പോഴോ. ഇപ്പോഴോ എന്നൊരു വാക്ക് അവിടെ കിടക്കുന്നത് കൊണ്ട് അപ്പോഴോ എന്നൊരു വാക്ക് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴോ അപ്പോഴോ. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തി കൊണ്ട് ഒരു ജനവും തലവല്ലി കീറിയാലും നീതിമാനാകാൻ കഴിയത്തില്ല. അതാണ് അപ്പോൾ. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ. എപ്പോഴാ? നമ്മൾ അപ്പോഴാണ് വായിരിക്കുന്നത്, ഇപ്പോഴാണ് വായിരിക്കുന്നത്. ഇപ്പോൾ, അപ്പോഴല്ല, ഇപ്പോൾ. അപ്പോൾ എന്ന് പറയുന്ന കാലം ഏതാ? ന്യായപ്രമാണ കാലം. ഇപ്പോൾ എന്ന് പറയുന്ന കാലം ഏതാ? ഇതാണ് കൃപാകാലം. ഇപ്പോൾ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവനീതി ഉണ്ട്. ഇന്ന് രാത്രി യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ മാത്രം ആ കരങ്ങൾ ഉയർത്തിയാട്ടെ. നിങ്ങൾ നോക്കി ഞാനൊരു വലിയ ദൂത് പറയാൻ പോകുകയാണ്. നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾ ഇപ്പം ദൈവം വിളിക്കുന്ന പേര് നീതിമാനെന്നാണ്. നമ്മൾ ആരാണ്? നമ്മൾ ആരാണ്? ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസത്താൽ. യേശുവിനെ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ നമ്മുടെ മേൽ വെളിപ്പെട്ട ദൈവ
കൃപയുടെ പേരത്തെ നീതീകരണം. യേശുവിനെ വിശ്വസിച്ചതിനാൽ നമ്മൾ ആരായി? നീതിമാന്മാരായി. സത്യത്തിൽ എന്താണ് നീതീകരണം? എന്താണ് നീതീകരണം? നമ്മൾ നീതിമാന്മാരാകുന്നു എന്ന് മനസ്സിലാകുന്നു. എന്താണ് നീതീകരണം? സഹോദരന്മാരെല്ലാവരും വരാം, വരാം. സ്വന്തം പുള്ളി അവിടെ ഇരുന്നോട്ടെ, എനിക്കത് കാണും. ക്യാമറ കൊണ്ട് നിൽക്കുന്നത് അല്ലായിരുന്നു. 3:25 വാക്യത്തിലേക്ക് നോക്കിയേ. 3:25 വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമേയും മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുതൽ. കേട്ടോളെ, നീതീകരണം എന്താണ് എന്നുള്ളത് കേട്ടോളൂ. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുതൽ കിട്ടും. കേട്ടോളെ, എന്താണ്? കമോൺ. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുതൽ കിട്ടും. എങ്ങനെയുള്ള പാപം? മുൻകഴിഞ്ഞ പാപം. ഞാനത് നിങ്ങളെ മനസ്സിലാക്കാൻ പോകും. എന്നോട് മടങ്ങരുത്, സഭയോട് മടങ്ങരുത്. ഉദാഹരണം പറഞ്ഞുകൊണ്ട് സഭ മാറുകയും ചെയ്യരുത്. ഞാൻ പറയുന്ന ഉദാഹരണം കേട്ട് സഭ മാറും. അപ്പൊ മുൻകഴിഞ്ഞ പാപം എത്ര വയസ്സോ? 45 ഞാനത് പറയാം. 49 വയസ്സുള്ള ഈ ദേവദാസൻ ശ്രദ്ധിച്ചു. ഇദ്ദേഹം ഒരു മഹാഭാവിയാണ്. ഞാൻ പറഞ്ഞില്ലേ സഭ മാറും. മഹാഭാവി, മദ്യപൻ, പിടിച്ചുപറിക്കാരൻ, മോഷ്ടാവ്, കുലപാതകി എന്ന് വേണ്ട സാധാരണ പാവവും ഈ മനുഷ്യന്റെ മേൽ കടന്നു. ഇങ്ങനെയുള്ള ഈ മനുഷ്യൻ ഇതുപോലൊരു യോഗത്തിൽ വന്നിരിക്കുകയും ഇതുപോലൊരു യോഗത്തിന്റെ പിൻഭാഗത്ത് വന്നിരിക്കുന്നു. കേൾക്കുക, മദ്യപാനാണ്, പിടിച്ചുപറിക്കാരനാണ്, മോഷ്ടാവാണ്, കുലപാതകിയാണ്. ഈ മനുഷ്യൻ ഇതുപോലൊരു യോഗസ്ഥലത്ത് വന്നിരിക്കുകയും യേശു രക്ഷിക്കുന്നു എന്നുള്ള വാക്ക് കേൾക്കുകയും ചെയ്യും. അവിടെ ഇരുന്നുകൊണ്ട് ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? യേശുവേ, ഞാൻ പാപിയാണ് എന്ന് നിലവിളിക്കുന്നു. ഈ നിലവിളിക്കുന്ന ഒറ്റ മിനിറ്റ് കൊണ്ട്, ഒറ്റ സെക്കൻഡ് കൊണ്ട് കർത്താവ് ചെയ്യുന്ന കാര്യം, ഇദ്ദേഹത്തിന്റെ തലമേൽ അവന്റെ രക്തം ഒഴിക്കുന്നു. ഈ രക്തം ഒഴിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കടുഞ്ചുവപ്പായ പാപത്തെ ഈ ഒരു തുള്ളി രക്തം കൊണ്ട് കഴുകിയിട്ട് ഈ മനുഷ്യന്റെ പാപത്തെ മോചിച്ചു. ചോദ്യം, എന്തിനാ മദ്യപിച്ചെന്ന് ചോദ്യമുണ്ടോ? ഇല്ല. എന്തിനാ കുല ചെയ്തെന്ന് ചോദ്യമുണ്ടോ? എന്തിനാ മോഷ്ടിച്ചെന്ന് ചോദ്യമുണ്ടോ? ഒരു ചോദ്യമില്ല. യേശുവേന്ന് വിളിച്ചു എന്ന ഒറ്റ കാരണത്താൽ അവന്റെ രക്തം കൊണ്ട്, അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുക. അപ്പൊ ഈ ക്ഷമ നടക്കുന്നത് എങ്ങനെ? ഒരുമിച്ച് പറ, രക്തത്താൽ. അപ്പൊ ഈ രക്തം തലയിൽ ഒഴിച്ച് ഈ പാപത്തെ കഴുകിക്കളഞ്ഞിട്ട്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ എന്ത് ചെയ്യുന്നതറിയോ? ശിക്ഷിക്കാതെ വിട്ടു. എന്ത് ചെയ്തു? ഇദ്ദേഹം ചെറിയ പുള്ളിയല്ല. കൊലപാതകിയാണ്, മദ്യപനാണ്, മോഷ്ടാവാണ്. ഈ മനുഷ്യൻ യേശുവെന്ന് വിളിച്ച ഒറ്റ കാരണം കൊണ്ട് യേശുവിന്റെ രക്തം ഇദ്ദേഹത്തിന്റെ തലയിൽ ഒഴിച്ചിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, പൊക്കോ. ശിക്ഷയില്ല, പാപത്തിന് ശിക്ഷയില്ല. വിട്ടു, വെറുതെ വിട്ടു. ശിക്ഷയുണ്ടോ? ഇല്ല. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപത്തെ ശിക്ഷിക്കാതെ വിടുന്നത്. ഒന്നുകൂടെ, ദൈവം തന്റെ പുറമയിൽ കേട്ടോ 49 വയസ്സ് വരെ ചെയ്ത പാപത്തെ യേശുവേന്ന് വിളിച്ചു എന്ന ഒറ്റ കാരണത്താൽ കർത്താവ് ശിക്ഷിക്കാതെ വിട്ടു. ശ്രദ്ധിക്കണേ, ശിക്ഷയില്ലാഞ്ഞിട്ടല്ല ഈ മനുഷ്യൻ ചെയ്ത പാപത്തിന് ശിക്ഷ ഉണ്ടായിരുന്നു. ശിക്ഷ എവിടെ പോയി? 8-ാം അധ്യായം 3-ാം വാക്യം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചിട്ട് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ ഈ 49 വയസ്സ് വരെ ചെയ്ത പാപത്തിന്റെ ശിക്ഷ എവിടെ പോയി?
എവിടെ പോയി? ഏത് ജഡത്തിൽ? പുത്രന്റെ ജഡത്തിൽ പോയി. അപ്പൊ നമ്മൾ ചെയ്ത പാപത്തെ കർത്താവ് മോചിച്ചിട്ട് നമ്മെ ശിക്ഷിക്കാതെ വിട്ടു. അതുകൊണ്ട് അവിടെ പറയുന്നത് മുൻകഴിഞ്ഞ പാപത്തെ. എല്ലാവരും പറഞ്ഞു ഒരുമിച്ച് പറ, വായിലൊന്ന് പറ. എനിക്കറിയാം എന്റെ പൊന്നുമറിയരെ, ഈ നീതീകരണം എന്ന് പറയുന്ന ഈ ഭാഗമൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരു ഡിമാൻഡും ഇല്ലെന്ന് എനിക്കറിയാം. കാരണം ഇതിനകത്ത് കൈയടിക്കാനില്ല, ഇതിനകത്ത് സന്തോഷിക്കാനില്ല, ഇതിനകത്ത് തുള്ളാനില്ല. ഇത് 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 പ്യുവർ വേർഡാണ്. ഇതിനകത്ത് വേറൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ജനം പ്രതികരിക്കാത്തത് കൊണ്ട് പ്രസംഗം ഇത് പ്രസംഗിക്കാൻ മടിക്കും. പിന്നെ ഇത് പ്രസംഗിക്കുന്നത് ഞങ്ങളെ പോലെയുള്ള പൊട്ടന്മാരൊക്കെ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് ഈ ജനത്തിന്റെ പ്രതികരണം ഒരു വിഷയം. ഇനി അബുദാബിക്ക് ഒരു യാത്രയും കൂടെ ലക്ഷ്യത്തിലില്ല. വന്നത് കാര്യമായിട്ട് പറഞ്ഞിട്ടത് പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പദ്ധതി. ഹലോ, ഞാൻ പറയാം, പ്രാപിക്കുന്നതല്ല വിഷയം, പ്രാപിക്കുന്നതിനെ നിലനിർത്തുന്നതാണ് വിഷയം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ, ഈ ആദ്യത്തെ 3-4 ദിവസങ്ങൾ നിങ്ങൾ ഇത് നന്നായി കേൾക്കുക. കുറെ പ്രൈസംഭവം വരുന്നുണ്ട്. പകരപ്പെടുന്ന ഒരു പകർച്ച നിലനിൽക്കണമെങ്കിൽ ഈ സംഭവത്തിൽ കയറി പോയാൽ പറ്റത്തുള്ളൂ. രാമ്യമാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അതല്ല, ഇങ്ങനെയുള്ള പുള്ളിയൊക്കെയാണ് പ്രസംഗിക്കാൻ വിളിക്കുന്നത്, ബോറായി പോകും കേട്ടോ. ഇത് രണ്ടിലും ഞാൻ ഉത്തരവാദിയല്ല, കർത്താവ് ഉത്തരവാദി. അതുകൊണ്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? ദൈവം തന്റെ പുത്രനെ അയച്ചിട്ട് ഞാൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ ആരുടെ മേൽ ചുമത്തി? എനിക്ക് കിട്ടേണ്ട ശിക്ഷ എവിടെ പോയി? വല്ല പിടികിട്ടുന്നുണ്ടോ? ഇനി 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ? മുൻകഴിഞ്ഞ പാപത്തെ ശിക്ഷിക്കാതെ വിടുക. ഏത് പാപത്തെ? പ്രതികരിച്ച് മുൻകഴിഞ്ഞ പാപം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും പ്രിയരെ? യേശുവിനെ വിശ്വസിക്കുന്നതിന്. അപ്പൊ അന്നുവരെ ചെയ്ത പാപത്തെ കർത്താവ് എന്ത് ചെയ്തു? അപ്പൊ അന്നുവരെ ചെയ്ത പാപത്തെ കർത്താവ് മുൻകഴിഞ്ഞ പാപത്തെ, എല്ലാവരും പറഞ്ഞു മുൻകഴിഞ്ഞ പാപത്തെ. ഓ ജീസസ്. കൃപ പഠിപ്പിക്കുന്നവരുടെയൊക്കെ നട്ടല്ലൊടിക്കുന്ന സാധനം ഇതറിയോ? അല്ലേ? രക്ഷിക്കപ്പെട്ടാൽ മതി എന്തും ആകാമെന്നൊക്കെ പറയുന്ന ഒരു കൂട്ടത്തിന്റെ ഉപദേശത്തെ പൊളിക്കുന്ന സംഭവമായിരുന്നു. അതെ, ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിയ വാക്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനറിയാം 2013 2014 ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ വരുമെന്ന്. അതുകൊണ്ട് 2000 വർഷത്തിന് മുമ്പ് ബൈബിൾ എഴുതിയപ്പോഴേ അതിനകത്ത് കർത്താവ് എഴുതി വിട്ടു, ശിക്ഷിക്കാതെ വിട്ട പാപം മുൻകഴിഞ്ഞ പാപമാണ്. രക്ഷിക്കപ്പെടുന്ന ചില പേര് കോശിച്ചാൽ 49 വയസ്സുവരെ ചെയ്ത പാപത്തെ കർത്താവ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വരെ ചെയ്ത പാപത്തെ അവിടുന്ന് ശിക്ഷിക്കാതെ വിട്ടു. ഇനി ഞാൻ ആ വാക്യത്തിൽ നിന്ന് നിങ്ങളോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ശിക്ഷിക്കാതെ വിട്ട പാപം മുൻകഴിഞ്ഞ പാപമാണ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പാപമാണ്. അങ്ങനെയാണെങ്കിൽ പെന്തക്കോസുകാരൻ, പെന്തക്കോസ് എന്ന് പറയാൻ പറ്റുമോ, വിശ്വാസി ഇപ്പൊ ചെയ്യുന്ന പാപം ശിക്ഷയുണ്ടോ? ശിക്ഷ ഇല്ലയോ? ഉണ്ട്. ഞാൻ തെളിയിക്കാം ശിക്ഷയുണ്ടോ. സ്വന്തം ഇല്ലെന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്യത്തിലൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ പറയുമ്പോ, ശിക്ഷ ഇല്ല എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്യം 8-ാം അധ്യായം 1-ാം വാക്യം. ഇപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് KJV അതിലുള്ളത് ഇതല്ലാതെ വേറെ ഇംഗ്ലീഷ് ബൈബിൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. There is therefore now. ഇത് KJV പക്ഷേ ഇതിനകത്ത് ചെറിയ വ്യത്യാസം. ഇവിടെ who are not after the flesh but after the spirit. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. പക്ഷെ എങ്ങനെ ആയിരിക്കണം? ജഡത്തെ അനുസരിക്കുകയും ചെയ്യരുത്. നമ്മുടെ ആളുകൾ പറയുന്ന ഒരു കുഴപ്പമില്ല, നീ മുങ്ങിയാ മതി, പിന്നെ സകലം നോക്കിയ, പിന്നെ കണ്ണു പിടിച്ചാലും കുഴപ്പമില്ല, വലിച്ചാലും കുഴപ്പമില്ല, വ്യഭിചാരം ചെയ്താലും കുഴപ്പമില്ല. കൃപയല്ലേ? എല്ലാവരും ഉണ്ടാവും. കാരണം ഫ്ലൈറ്റിൽ ഒരാൾ നിൽക്കുക,
ഇരിക്കുമ്പോ ഫ്ലൈറ്റിൽ അങ്ങ് വീണ് പോയാൽ എവിടെ വീഴുന്നേ? ഫ്ലൈറ്റില്. ബസ്സിൽ നിൽക്കുന്നവൻ ബസ്സിൽ വീണാൽ എവിടെയാ കിടക്കുന്നത്? അപ്പൊ കൃപയിരിക്കുന്നവൻ വീണാൽ എവിടോട്ടാ വീഴുന്നത് എന്നാ പറയുന്നത്. പക്ഷെ അങ്ങനല്ല. ശിക്ഷാവിധി ഇല്ലാതിരിക്കണമെങ്കിൽ ജഡത്തെ അനുസരിക്കുകയും ചെയ്യരുത്, ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ വേണം. അപ്പൊ ക്രിസ്തുവേശുവിൽ ഉണ്ടെന്ന് പറയുന്ന ആർക്ക് ശിക്ഷാവിധി ഇല്ലെന്നാണ്? അല്ല, ശിക്ഷാവിധി ഇല്ലാതിരിക്കണമെങ്കിൽ ആത്മാവിനെ അനുസരിക്കണം, ജനത്തിന്റെ പുറകെ പോവുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെ നടന്നിട്ട് വെള്ളിയാഴ്ച നിന്ന് സ്തോത്രം കച്ചടത്തപ്പ പറയുന്നത് കൊണ്ട് ദൈവം പ്രസാദിക്കുകയല്ല. മനസ്സിലായില്ല? ശബ്ദം ഉയർത്തി ഒരു ആമേൻ പറ. ഞാൻ പറഞ്ഞില്ല, രണ്ടിലേതിലും ഒന്നും നടക്കും ഇന്ന്. ഒന്നുകിൽ നാളെ ഇവിടെ ആള് നിറയും, അല്ലെങ്കിൽ ഇത്ര ആള് വരത്തില്ല. കാരണം പറയുന്ന സംഭവം കട്ടിയുള്ളതാ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, ഞാൻ ബ്രദർ സെമിനാരി പഠിച്ചതാണ്, പെന്തക്കോസിലെ പാസ്റ്റർ. ഇത് രണ്ടും കൂടെ മിക്സ് ആയപ്പോൾ ഒരു കുഴപ്പം എനിക്കുള്ളത്. കാരണം വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ബാഹ്യമായ കാര്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ ഇത് വചനത്തെ ഇങ്ങനെ അല്ലാതെ വേറെ എങ്ങനെയാ പറയുന്നത്? ഇത് ഇങ്ങനെ തന്നെയാ പറയുന്നത്. അപ്പൊ ഏത് ഭാഗത്തെ ശിക്ഷിക്കാതെ വിട്ടു എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഒരുവൻ ചെയ്ത പാപത്തെയാണ് കർത്താവ് ശിക്ഷിക്കാതെ വിട്ടത്. സ്തോത്രം. അതാണ് നീതീകരണം. എന്നാൽ രക്ഷിക്കപ്പെട്ട അനന്തരം ഒരുവൻ പാപം ചെയ്താൽ പാപത്തിന് ശിക്ഷ ഉണ്ട്. തെളിവ് എവിടെയാണെങ്കിലും 10-26 വാക്യം അവിടെ വായിക്കുന്നത്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയും ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദയിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേയും. ചിലർ ബൈബിൾ കൊണ്ട് വരത്തില്ല. ഇൻകേസ് ബൈബിൾ കൊണ്ട് വന്നാൽ തുറക്കത്തുമില്ല. ഇങ്ങനെയുള്ള മീഡിയ ഒത്തിരി അനുഗ്രഹം ഇത് കണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പൗലോസ് പറയുന്നത്, ഇത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിരിക്കെ എന്ന് പറയുന്നത് പോലെ ഇത്ര വലിയ അക്ഷരമായി ഇത് കാണിക്കല്ലേ. അതുകൊണ്ട് ബൈബിൾ തുറന്നില്ലതിന് വേണ്ടി എന്റെ പൊന്നച്ചൻ ശ്രദ്ധിച്ചുകൊണ്ട് നോക്കിയാൽ മതി. ഇവിടെ എഴുതിയിരിക്കുന്നത്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം എങ്ങനെ 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 മനഃപൂർവ്വം, ആ വാക്കെന്ന് പറഞ്ഞേ, മനഃപൂർവ്വം പാപം ചെയ്താൽ എങ്ങനെ പാപം? മനഃപൂർവ്വം പാപം ചെയ്താൽ. ചിലര് പറയുന്നത്, എന്റെ പൊന്നു പാസ്റ്ററെ അറിയാതെ അങ്ങ് സംഭവിച്ചു പോയത്. ഏത് പാപം? എങ്ങനെ? എന്റെ ചോദ്യം, അറിയാതെ ഏത് പാപം സംഭവിക്കുന്നത്? അറിയാതെ ഒരാൾക്ക് സിഗരറ്റ് വലിക്കാൻ പറ്റുമോ? സിഗരറ്റ് വലിക്കണമെങ്കിൽ കരയുടെ മുന്നിൽ ചെന്നിട്ട് കൈയും കെട്ടി 4 ദിവസം നിന്ന് സിഗരറ്റ് കിട്ടുമോ? ഇല്ല. സിഗരറ്റ് കിട്ടണമെങ്കിൽ ചോദിക്കണം. ചോദിച്ചാൽ മതിയോ? പോക്കറ്റിൽ കിടക്കുന്ന പൈസ എടുത്ത് കൊടുക്കണം. കൊടുത്താൽ വലിക്കാൻ പറ്റുമോ? ഇല്ല. മേടിക്കണം. മേടിച്ചാൽ വലിക്കാൻ പറ്റുമോ? ചൂണ്ട വെക്കണം. ചൂണ്ട വെച്ചാൽ വലിക്കാൻ പറ്റുമോ? ലൈറ്റ് എടുത്ത് കത്തിക്കണം. കത്തിച്ചാൽ വലിക്കാൻ പറ്റുമോ? സോഡാ കുപ്പിയുടെ കവിള് പോലെ വായാകണം. ഇങ്ങനെ പുകയകത്ത് പോകുന്നില്ല. ഈ പുള്ളി ഞായറാഴ്ച ഇങ്ങോട്ട് വന്നിരുന്നിട്ട് അറിയാതെ ഒന്ന് വലിച്ചു പോയി എന്ന് പറയാൻ പറ്റുമോ? ഏതാ അറിയാതെ വലിച്ചേ? സ്തോത്രം. ഞാൻ അറിയാതെ സംഭവിക്കുന്നത് കാല് കല്ലിൽ തട്ടി അറിയാതെ സംഭവിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എന്റെ പൊന്നു ബ്രദറെ ഒത്തിരി നാളായി കാല് കല്ലെ തട്ടിയിട്ട് ഇന്നൊന്നും തട്ടിയിട്ടേ ഉള്ളെന്നും പറഞ്ഞ് ആരെങ്കിലും പോയി കാല് കല്ലെ തട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തട്ടുമോ? സുബോധമുള്ള കാര്യം ചെയ്യും. പിന്നെ കാല് കല്ലെ തട്ടുന്നെങ്കിൽ അറിയാതെയാ സംഭവിക്കും. ഇവിടെ നോക്കിയേ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്ത. എങ്ങനെ? മനഃപൂർവ്വം പാപം ചെയ്ത. പിന്നെ പാപത്തിന് വേണ്ടി സത്യത്തിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതല്ലേ പറഞ്ഞത്? രക്ഷിക്കപ്പെട്ട ശേഷം അതല്ലേ പറഞ്ഞേ? രക്ഷിക്കപ്പെട്ട ശേഷം പാപം ചെയ്ത, മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? മുൻകഴിഞ്ഞ പാപത്തെ ശിക്ഷിക്കാതെ വിട്ടു. എന്നെ ശിക്ഷിക്കാതെ വിട്ടു. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്ത പാപങ്ങൾക്ക് എന്റെ മേൽ ശിക്ഷയില്ലായിരുന്നു. ശിക്ഷ ഇല്ലാത്തതിന് കാരണം എന്റെ ശിക്ഷ ഏറ്റെടുക്കാൻ യേശുവിന് ഒരു ശരീരം ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പറയുന്നത്, ഈ പരിജ്ഞാനം കിട്ടിയതിനു ശേഷം, നീതീകരണം സംഭവിച്ചതിന് ശേഷം,
രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ പാപം ചെയ്താൽ ഞാൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കാൻ യേശുവിന് ഇനി ഒരു ശരീരം ഇല്ല. പകരം ഏതാവുള്ള ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും തിരികെ എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയമേ ഉള്ളൂ. എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയേ ഉള്ളൂ. കേൾക്കുന്നുണ്ടോ? അപ്പൊ രക്ഷിക്കപ്പെട്ടവൻ പാപം ചെയ്താൽ പാപത്തിന്റെ രക്ഷിക്കപ്പെട്ടവൻ പാപം ചെയ്താൽ പാപത്തിന് ശിക്ഷ ഉണ്ട്. എവിടെ എവിടെ എന്നോടൊപ്പം പറഞ്ഞേ, ഞാൻ 365 ദിവസം പാപം ചെയ്യും, 365 ദിവസം ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുമോ ക്ഷമിക്കത്തില്ലയോ? ക്ഷമിക്കത്തില്ലേ? ക്ഷമിക്കത്തില്ലേ? ക്ഷമിക്കും, ക്ഷമിക്കും. 365 ദിവസം പാപം ചെയ്തിട്ട് 365 ദിവസം കർത്താവെ പറ്റിപ്പോയി ക്ഷമിക്കണേ എന്നോട് പറഞ്ഞാൽ, ദൈവത്തോട് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും. എന്റെ ദൈവം കരുണയുള്ളത്, കാരണം ഈ യുഗം കൃപായുഗമാണ്. എന്നാൽ ഇങ്ങനെ പാപം ചെയ്യുന്നവൻ അനുഭവിച്ചേറ്റു പറയുന്നതിനാൽ ക്ഷമ ലഭ്യമാണെങ്കിലും ശിക്ഷ ഉറപ്പാണ്. ക്ഷമയുണ്ട്, ശിക്ഷയുണ്ട്. ക്ഷമയും ശിക്ഷ എങ്ങനെ ഒത്തുപോകുന്നത് ഞാൻ പറയാം. ക്ഷമ കിട്ടുന്നത് കൊണ്ട് നിത്യത പോകത്തില്ല. ഹലോ, രക്ഷിക്കപ്പെട്ടവൻ പാപം ചെയ്താൽ ശിക്ഷ ഉറപ്പാ. ഹലോ, അനുഭവിച്ചാൽ പക്ഷെ ക്ഷമ കിട്ടും. ആ ക്ഷമ കിട്ടുന്നത് കൊണ്ട് ഇവന്റെ നിത്യത പോകത്തില്ല. പക്ഷേ ശിക്ഷ കിട്ടും. എവിടെ? ന്യായവിധി ദിവസത്തിലല്ല, ശരീരത്തിൽ. കിട്ടുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ടവൻ പാപം ചെയ്തിട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ ക്ഷമ കിട്ടും, പക്ഷേ ശിക്ഷയുണ്ട്. ശിക്ഷയുടെ ശരീരത്തിൽ തെളിയിക്കാം. ഈ സാധാരണ ദൈവദാസന്മാർക്ക് വിശ്വാസികളോട് ഭയങ്കര സ്നേഹം, വിശ്വാസികൾക്കും അല്ല. പക്ഷെ കർത്തൃമേശ വരുമ്പോൾ ഈ സ്നേഹമൊന്നും കാണത്തില്ല. ഞാൻ ഉൾപ്പെടെയുള്ള പാസ്റ്റേഴ്സ് കർത്തൃമേശം കൊണ്ട് ജനത്തിന്റെ മുന്നിൽ ചെല്ലുന്നതിന് മുമ്പ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു വാക്കും, അയോഗ്യമായി അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ രക്തവും ശരീരവും സംബന്ധിച്ച് കുറ്റക്കാരനാണ്. അയോഗ്യമായി അപ്പം തിന്നുന്നതിനാൽ ചില രോഗികളാകി, ബലഹീനരാകി, അനേകരും. അപ്പൊ പാപം വെച്ചുകൊണ്ട് അപ്പം തിന്നാൽ രോഗം, ബലഹീനത, മരണം ഇത്യാദി കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ സംഭവിക്കും. അത്രയും മനസ്സിലാക്കും? അത്രയും മനസ്സിലായോ? അത്രയും മനസ്സിലായോ? അയോഗ്യമായ അപ്പം തിന്നാൽ രോഗം എവിടെ വരും? ഞാൻ അയോഗ്യമായ അപ്പം തിന്നാൽ എന്റെ ഭാര്യയുടെ ശരീരത്തല്ല രോഗം വരുന്നത്. രക്ഷിക്കപ്പെട്ടവൻ പാപം ചെയ്താൽ പാപത്തിന്റെ ശിക്ഷ അവന്റെ ജീവകാലത്ത് അവന്റെ ശരീരത്തിൽ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പക്ഷെ പാപം ചെയ്യുന്നുണ്ടോ? അതിനൊരു കുറവില്ല. കാരണം ദൈവം. അപ്പൊ പിന്നെ രക്ഷിക്കപ്പെട്ടവൻ പോയി പാപം ചെയ്യുക, വന്ന് അനുഭവിക്കുക, വീണ്ടും പാപം ചെയ്യുക, വന്ന് അനുഭവിക്കുക. ഇങ്ങനെ പാപം ചെയ്ത് അനുഭവിച്ച് രാത്രിയാകുന്നു, പ്രഭാതമാകുന്നു, രാത്രിയാകുന്നു. ഈ ഒരു ക്രമത്തിൽ ജീവിതം ഇങ്ങനെ പോവുക. നോ, അങ്ങനല്ല. മനസ്സിലാകുന്നുണ്ടോ ഞാൻ കരുതുക. ഇതിൽ കൂടുതൽ വ്യക്തമാക്കാൻ എനിക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവൻ പാപം ചെയ്താൽ പാപത്തിന്റെ ശിക്ഷ ഉണ്ടാകും. എവിടെ? ശരീരത്തിൽ. പക്ഷെ അനുഭവിച്ചാൽ നിത്യത പോകത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. എന്റെ പൊന്നു മാസ്റ്റർ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, എങ്ങനെ എനിക്ക് പാപം ചെയ്യാതൊന്ന് ജീവിക്കാൻ പറ്റുന്നത്? അതുകൂടെ പറഞ്ഞിട്ടുള്ളൂ. അതുകൂടെ പറഞ്ഞു നിർത്താം. നമ്മളാരായിപ്പോ നീതിമാൻ. ഒന്നുകൂടെ പറ, നീതിമാൻ. ഞങ്ങളുടെ ചർച്ചില് മിക്കവാറും ഒരു മാസത്തിലോ 2 മാസത്തിലോ ഒരിക്കൽ കൺവെൻഷൻ നടത്താറുണ്ട്. ഞങ്ങളുടെ ഏരിയകളിൽ കൺവെൻഷൻ നടത്താറുണ്ട്. അപ്പൊ വലിയ സ്പീക്കേഴ്സ് ഒക്കെ ചർച്ചിലുണ്ട്. ഞങ്ങളുടെ സഹോദരന്മാരെല്ലാവരും കൂടെ വരും. ഈ സ്പീക്കേഴ്സ് ഒക്കെ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകും, വണ്ടി കയറ്റാൻ പോകും. അപ്പൊ എനിക്ക് 5 വയസ്സുള്ള ഒരു മോനാണ്. ഇവനും വന്ന് ഇതിന്റെ അടിയിലൊക്കെ ഇങ്ങനെ പിടിക്കും. ഇവനെ ബസ്സിലൊക്കെ പിടിച്ച് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവന്റെ കയ്യിലായി വെയിറ്റ് എന്നൊക്കെ തോന്നും. വെയിറ്റ് അവന്റെ ഒന്നും അല്ല, വെയിറ്റ് അപ്പന്റെ കയ്യിലാണ്.
എങ്ങനെ ജീവിക്കാൻ കഴിയും കർത്താവ് എന്ന് ചോദിക്കുമ്പോ കർത്താവ് പറയണം ഞാനുണ്ടെന്ന്. പാപം ചെയ്യാതിരിക്കാൻ എങ്ങനെ പറ്റും? ഇതിന് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നേക്കുന്നത്. നമ്മൾ ആരെയിപ്പോ നീതിമാൻ നീതിയിൽ തുടരുന്നത് എങ്ങനെ? നീതിമാൻ പാപം ചെയ്യാൻ ഇരിക്കുന്നത് എങ്ങനെ? ഒരു കാര്യം ഞാൻ പറയാം, ശരിക്കും നീതീകരണം വെളിപ്പാട് തലേ കയറി കഴിഞ്ഞാൽ പിന്നെ പാപം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ പാപം ചെയ്യാതിരിക്കാൻ കഷ്ടപ്പെടുന്നത് പോലെ നീതീകരണം ശരിക്കും കിട്ടിയാൽ പാപം ചെയ്യാൻ കഷ്ടപ്പെടേണ്ടി വരും. മനസ്സിലായില്ല? എന്തോ ചെയ്യാൻ അങ്ങനെ നീതി ചെയ്യും, പാപം ചെയ്യാൻ കഷ്ടപ്പെടും. ഒരു പാപം ചെയ്യാൻ വേണ്ടി കിടന്നെന്ന് കഷ്ടപ്പെടും, സ്ട്രഗിൾ ചെയ്യുക. എന്തിനാ? ഇപ്പൊ എങ്ങനെ പാപം ചെയ്യാതിരിക്കാൻ കഷ്ടപ്പെടുക? ഇപ്പൊ പാപം ചെയ്യാൻ കഷ്ടപ്പെടുന്ന വിധത്തിൽ ഒരു നിറവ് നമുക്ക് തരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. കർത്താവ് അത് ചെയ്തു വെച്ചേക്ക്, നമ്മളത് തിരിച്ചറിയാത്തോണ്ട്. സത്യത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ കചടത പറയാനല്ല, അതിന് മാത്രമല്ല പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നേക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നേക്കുന്നത് ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോ എന്തൊക്കെ സംഭവിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത്? നീതിയെ കുറിച്ചും ആ ഓർഡറിൽ പറയാം, പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും നമുക്ക് ബോധം വരുത്തും. ഒന്നുകൂടെ എന്തൊക്കെയാ? പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും. നമ്മൾ ആരാ? നീതിമാന്മാർ. നീതിമാന്മാരെന്ന് പറഞ്ഞാൽ ആരാ? പാപം മോചിക്കപ്പെട്ടവർ. ഓക്കെ, ഈ പാപം മോചിക്കപ്പെട്ട നീതിമാൻ എന്ന് പറയുന്ന പുള്ളിക്ക് പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് വന്ന് നീതിയെ കുറിച്ച് പാപത്തെ കുറിച്ചുള്ള ബോധം തന്നു കഴിഞ്ഞാൽ നീതിമാൻ എന്ന് പറയുന്ന പുള്ളിയുടെ അകത്ത് പാപം ഉണ്ടെന്നല്ലേ എന്റെ അർത്ഥം. പാപം ഇല്ലാത്ത ഒരുത്തിന് എന്തിനാ പാപബോധം? സത്യത്തിൽ അതൊരു റോങ് കൺസെപ്റ്റ് ആണ്. നമ്മൾ അതിനെ റോങ് ആയിട്ട് മനസ്സിലാക്കുക. അതിന്റെ കൃത്യമായിട്ടുള്ള ആശയം എന്താണെന്ന് ഞാൻ പറയാം. യോഹന്നാൻ സുവിശേഷം 16:9 വാക്യം വായിച്ചു. യോഹന്നാൻ 16:9. യോഹന്നാൻ 16:9 വായിച്ചു. അവർ എന്നിൽ വിശ്വസിക്കായതുകൊണ്ട് പാപത്തെ കുറിച്ചും അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ. 9 വാക്യം കഴിച്ചോ. 9 വാക്യം. അവർ എന്നിൽ വിശ്വസിക്കായ കൊണ്ട്. അപ്പൊ പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്നത് ആർക്കാ? വിശ്വസിക്കാത്തവർ. അടുത്തത്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ബോധം? നീതി ബോധം. യേശുവിനെ വിശ്വസിക്കാത്തവർക്കോ? നമുക്കോ? ഇനി അടുത്ത വാക്യം. ഈ ലോകത്തിന് പൊതുവെ വിധിക്കപ്പെട്ടിരിക്കുന്നുണ്ട് ന്യായവിധിയെ കുറിച്ചും തന്നെ. പിശാചിനെ രക്ഷിക്കപ്പെടാൻ വല്ല സാധ്യതയുണ്ടോ? പിശാച് രക്ഷിക്കപ്പെടാൻ ഒരു സാധ്യതയില്ല. ഇനി ഞാൻ ഉൾപ്പെടെയുള്ള പ്രസംഗകർ, സ്തോത്രം, റെയ്നാൾഡോക്കെ പോലെയുള്ള വലിയ പ്രസംഗകർ എല്ലാരും കൂടെ ഒന്നിച്ച് നിന്ന് പ്രസംഗിച്ചാലും ഈ പുള്ളി രക്ഷിക്കപ്പെടുകയില്ല. അവന്റെ ന്യായവിധി ഉറപ്പാ. അതുകൊണ്ട് അവനോട് പറഞ്ഞു, നിനക്ക് ന്യായവിധി അല്ലാതെ വേറൊരു മാർഗമില്ല. അമ്മേ. എന്നാൽ വിശ്വസിക്കാത്ത ലോകത്തിനുള്ളവരോട് പറഞ്ഞു, നിനക്ക് പാപബോധം തരാം, രക്ഷിക്കപ്പെടാം. അമ്മേ. ഇപ്പൊ പാപബോധം ആർക്കാം? രക്ഷിക്കപ്പെടാത്തവർ. നമുക്കോ? നീതിബോധം എന്ന് പറഞ്ഞത് നീതിമാനായവന് ആത്മാവ് നൽകുന്ന ബോധമാണ് നീതിബോധം. കേട്ടെ, എന്റെ അകത്തിപ്പോഴുള്ള ബോധം ഏതാ? ഇത് ആര് തന്നേക്കുക? പരിശുദ്ധാത്മാവ് തന്നേക്കുക. നീ ഇവിടെ സത്യമാണേ. ഈ പരിശുദ്ധാത്മാവ് എനിക്ക് നീതിബോധം തന്നേക്ക്. എന്റെ അകത്ത് മുഴുവൻ നീതിബോധം. എനിക്ക് നുണ പറയാൻ പറ്റുമോ? അകത്തെന്താ? കമോൺ. നുണ പറയാൻ വാ തുറക്കുമ്പോ അകത്തിരിക്കുന്ന നീതിബോധം പറയും, നീ നീതിമാനെന്ന്. നിനക്ക് നുണ പറയാൻ പറ്റത്തില്ല. അറിയാതെയുള്ള സത്യം അറിഞ്ഞു. ഹലോ, ഞാനൊന്ന് മോഷ്ടിക്കാൻ ചിന്തിച്ചോ? ഉദാഹരണമാണ്. അപ്പൊ ഞാൻ മോഷ്ടിക്കാൻ കൈനിട്ടുക എന്റെ അകത്തിരുന്ന നീതി എന്നോട് പറഞ്ഞു, നിനക്ക് മോഷ്ടിക്കാൻ പറ്റത്തില്ല, നീ നീതിമാനാണ്. എനിക്ക് മോഷ്ടിക്കാൻ പറ്റുമോ? അപ്പൊ എന്റെ അകത്തെ ബോധം ഏതാ? നീതിബോധം. അവിശ്വസ്തത കാണിക്കാൻ ഒരുവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ,
നീ നീതിമാനാണ്. ഈ ബോധം അകത്ത് കിടക്കുന്നിടത്തോളം ഇവന് പാപം ചെയ്യാൻ പറ്റുമോ? ഇവിടെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആവശ്യകത കിടക്കും. ഈ വിധത്തിൽ നമ്മൾ ഒന്ന് ആത്മാവുമായി സഹകരിച്ചാൽ, ഒന്ന് സെറ്റായാൽ പാപം ചെയ്യുവാൻ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. കാരണം അവിടുന്ന് നൽകുന്ന ബോധം നീതിബോധമാണ്. നീതിബോധം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്ത് ബോധം? എന്ത് ബോധം? നീതി 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 ബോധം. നമുക്ക് ദൈവം തരുന്ന ബോധം നീതിബോധം. എന്തിനാണെന്നറിയോ? നീതിമാനായി തുടരാൻ. ഓ ഹല്ലേലൂയ. ഞാൻ പറയാൻ പറയുക, ഇത് ശരിക്കും നീതീകരണം ശരിക്കും തലക്കകത്ത് കയറി കഴിഞ്ഞാൽ, മുമ്പേ ഞാൻ പറഞ്ഞു പിശാചിനെ പേടിക്കുകയാണ്. നമ്മളിപ്പോ വന്നിരുന്ന് ശാസിച്ച് ഭാസിച്ച് ഭയങ്കര ബഹളം. ഒത്തിരി ശാസിക്കൊന്നും വേണ്ട, വായിലിരിക്കുന്ന വെപ്പുവരെ തെറിച്ചു പോകുന്നുള്ള ഒറ്റ കുഴപ്പം ഉണ്ടാകുന്നുള്ളൂ, വേറെ ഒന്നും നടക്കുകയില്ല. പെന്തക്കോസ്തുകാര് ശാസിച്ചത് എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിശാചി ഉലകത്തിലൊക്കെ നിൽക്കുകയില്ലായിരുന്നു. അതുപോലുള്ള ശാസ്ത്രം ശാസിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ പോകാത്തത്? ഹലോ, ശരിക്കും നീതീകരണ വെളിപ്പാട് തലേ കയറിയാലുണ്ടല്ലോ, സ്തോത്രം, പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയാം, ഈ പുരോഹിതനായ യോശുവ ദൈവസ്ഥലത്തിൽ നിൽക്കാൻ ചെന്നപ്പോ പിശാച് അവന്റെ വസ്ത്രത്തെ പിടിച്ചിട്ട് പറഞ്ഞു, വസ്ത്രം മുഷിഞ്ഞല്ല. എവിടെ നിൽക്കുന്നത്? ദൈവസന്നിധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോളിന് ദൈവസാന്നിധ്യമുള്ള ദൈവസന്നിധി എന്ന് പറയും. ഇതുപോലല്ല, സാക്ഷാൽ ദൈവം ഇരിക്കുന്നിടത്ത് അവിടെ ചെന്നിട്ട് പറയും വസ്ത്രം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യോശുവയുടെ വസ്ത്രം ഒന്നുകൂടെ ചോദിക്കപ്പെടങ്ങൾ ഇന്നലെ ഇട്ട ഷർട്ടാണോ അത്? അല്ല, എന്താ ഇന്നലെ ഇട്ട് ഇടാഞ്ഞ്? കുഷിന്നു എന്ന് പറഞ്ഞ പാവാണ് ആണോ? അല്ല, പിന്നെന്തിനാ യോശുവയുടെ വസ്ത്രത്തെ കയറി പിശാച് പിടിച്ചു? അന്ന് അവർ പിടിക്കാമായിരുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയോ? എഹെസ്കേലിന്റെ പുസ്തകം 44-ാം അധ്യായത്തിൽ പറയുന്നു, വിയർപ്പുണ്ടാക്കുന്നതൊന്നും പുരോഹിതൻ ധരിക്കരുത്. യോശുവയുടെ വസ്ത്രത്തിൽ കയറി പിശാച് പിടിച്ചു എന്ന് പറയും. എന്റെ ഒരു ചിന്ത ഞാൻ പറയും, യോശുവയുടെ വസ്ത്രം വിയർത്തിരുന്നിരിക്കാം. പിശാച് അതല്ല കയറി പിടിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്ന വിയർപ്പുണ്ടാക്കുന്നതൊന്നും ധരിപ്പാൻ പാടില്ല. അങ്ങനെ ഒരു ചെറിയ തുമ്പ് കിട്ടിയപ്പോ അതിൽ കയറി പിശാച് പിടിച്ചു. എന്നാൽ നീതീകരണം കിട്ടിയവനെ കുറിച്ച് ബൈബിൾ പറഞ്ഞത് എന്താണെന്നറിയോ? നീതീകരിച്ചത് ദൈവം, ശിക്ഷ വിധിക്കുന്നത് നമ്മുടെ ദൈവം നീതീകരിച്ചിരിക്കുകയാണ്. ശിക്ഷ വിധിക്കുവാൻ ഓരോരുത്തരും കഴിയത്തില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരു 10% പിടി കിട്ടുന്നുണ്ട്, ബാക്കി 90% പിടി കിട്ടുന്നില്ല. സാരമില്ല, 4-ാം ദിവസം ആകുമ്പോഴത്തേന് പിടി കിട്ടും. അപ്പോഴത്തേന് ഞാൻ അടുത്ത സ്ഥലത്ത് പോകേണ്ടതായി വരും. അല്ലെങ്കിൽ ഗൗരവപ്പാടിയിരുന്നാണ്. സ്തോത്രം. നമുക്ക് നീതീകരണം വെളിപ്പാട് കിട്ടിയ പിന്നെ പോരാട്ടത്തെ പേടിക്കുകയില്ല. പോരാട്ടം ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, മൈൻഡ് ചെയ്യില്ല. നമ്മളെ അതിനുള്ള ആയുധം ധരിപ്പിച്ചേക്കുന്നത് മനസ്സിലാക്കുന്നു. എല്ലാവരും പറഞ്ഞു സർവായുധ വർഗം. ഒരുമിച്ച് പറഞ്ഞ സർവായുധ വർഗം. പ്രസംഗിച്ച് നശിപ്പിച്ച ഒരു സാധനം സർവായുധ വർഗം. വർഷങ്ങളായിട്ട് പ്രസംഗിച്ചിട്ട് ജനത്തിന് പിടികിട്ടിട്ടില്ല ഈ സാധനം എന്തുവാണ്. ഞാൻ പറയാം, രക്ഷ എന്ന, നീതി എന്ന, സത്യം, അരക്കച്ച, സമാധാന സുവിശേഷത്തിനെയാണ് ഒരിക്കൽ കാലിന്, പിന്നെ വിശ്വാസം എന്ന പരിചയ, ആത്മാവിന്റെ വാള്. എന്നോടൊപ്പം വരണേ. സ്വന്തം എന്തോ ഈ സാധനം. രക്ഷം കൊണ്ട് ശിരസ്ത്രം ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? ശിരസ്ത്രം മീൻസ് ഹെൽമെറ്റ്. എങ്ങനെ ഇരിക്കും? സത്യത്തിൽ രക്ഷ എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, രക്ഷ ഒരു വ്യക്തിയാണ്. പേര് പറയാം, ഓർമ്മ യേശു. അപ്പൊ രക്ഷ എന്ന ശിരസ്ത്രം എന്ന് പറഞ്ഞാൽ ആരാ? യേശു. നീതി എന്ന കവചം, 1-1-30 വാക്യം, അവൻ നമ്മുടെ നീതി. അപ്പൊ നീതി എന്ന കവചം എന്ന് പറഞ്ഞാൽ ആരാ? യേശു. ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു. അപ്പൊ സത്യം അരക്കച്ച എന്ന് പറഞ്ഞാൽ ആരാ? യേശുവിനെ ഓർത്തുകൊള്ളുക, അതാണ് ഞങ്ങളുടെ സുവിശേഷം. അപ്പൊ സുവിശേഷത്തിലുള്ള ഒരുക്കം കാലിൽ ചെരുപ്പെന്ന് പറഞ്ഞാൽ ആരാ? വിശ്വാസം എന്ന പരിച. യേശു പറഞ്ഞു, സ്തോത്രം, വിശ്വാസം നായകനും പൂർത്തി വരുത്തുന്നു. അപ്പൊ വിശ്വാസം എന്ന പരിചയ ആരാ? ആത്മാവിന്റെ വാളം, വചനം ആരാ? അപ്പൊ സർവായുധ വർഗം എന്ന് പറഞ്ഞ മൊത്തത്തിൽ ആരാ? ഒരുമിച്ച് പറ, ഒറ്റ വാക്കി പറഞ്ഞ തലയിൽ യേശു, മാറിൽ യേശു, അരയിൽ യേശു, കാലിൽ യേശു, ഇടക്കയിൽ യേശു, വലങ്കയിൽ യേശു. ഇങ്ങനെ ഈ ബിൽഡിങ്ങിന്റെ അകത്ത് ഞാൻ ഇരിക്കുമ്പോ പുറമെ നിൽക്കുന്നവർക്ക് നമ്മെ കാണാൻ കഴിയാത്തതുപോലെ യേശു എന്ന കവറിങ്ങിന്റെ അകത്ത് നാം കയറി നിൽക്കുന്നതിന് പറയുന്ന പേര് സർവായുധവർഗം. അടുത്ത വാക്യം ഞാൻ
ഒഫൻസീവ് ഉണ്ട്, രണ്ട് ഡിഫൻസീവ് ഉണ്ട്. ചിലപ്പോൾ ഒഫൻസീവ് ആണോ ഡിഫൻസീവ് ആണോ? ഡിഫൻസീവ്. നീതി എന്ന കവനം ഒഫൻസീവ് ആണോ ഡിഫൻസീവ് ആണോ? ഡിഫൻസീവ്. സത്യം അറിയാൻ ഒഫൻസീവ് ആണോ ഡിഫൻസീവ് ആണോ? ചെരുപ്പ് ഒഫൻസീവ് ആണോ ഡിഫൻസീവ് ആണോ? ഈ പൈല ഒഫൻസീവ് ആണോ ഡിഫൻസീവ് ആണോ? വാള് ഒഫൻസീവ് ആണോ ഡിഫൻസീവ് ആണോ? ഒഫൻസീവ്. അല്ല പിടി കിട്ടിയോ? വെട്ടൻ നീ ഇത് ധരിച്ചാണ് നിന്നാ മതി, തുപ്പാനൊന്നും പോകണ്ട. ഇത് ധരിച്ച് നിന്നാ മതി. വെട്ടന്റെ അടുത്ത് കയറി ഇത് വെട്ടുകയും ചെയ്യും. പ്രതിരോധിക്കേണ്ട ഇടത്തിൽ കയറി പ്രതിരോധിക്കും. ഫ്രീ ആകപ്പ, ഫ്രീ ആകപ്പ. ചേർന്നാമേ പറ. ഓ ജീസസ്, ഹല്ലേലൂയ. കരിയും പുകയൊക്കെ പിടിച്ചിരിക്കുന്നു. ഇവിടുത്തെ കാര്യമല്ല, ഇവിടെ അതൊന്നും ഇല്ല. നാട്ടിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കരിയും പുകയൊക്കെ പിടിച്ചിരിക്കുന്ന വലിയ സാധനങ്ങളുടെ ഒക്കെ അടുക്ക ചെല്ലുമ്പോ നമ്മൾ രക്തം ജയമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോരുക. അവിടെ ഇരിക്കുന്ന സാധനം പറയുന്നതല്ല, അവൻ വരുന്നെന്ന് പറഞ്ഞാൽ. ഓ ജീസസ്. കാരണം അവൻ നമ്മയല്ല കാണുന്നത്, നാം ധരിച്ചിരിക്കുന്നവനെയാ കാണുന്നത്. വല്ല മനസ്സിലാക്കുന്നുണ്ടോ? വല്ല മനസ്സിലാക്കുന്നുണ്ടോ? ശരിക്കും നീതികളുടെ വെളിപ്പാട് നമ്മുടെ തലയെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ഫ്രീ ആണ്. ഓ ഹല്ലേലൂയ. ഇങ്ങനെയൊന്നും തൊടാനല്ല. നമ്മൾ ആരാ ഇപ്പൊ? നമ്മളാരാ? നീതിമാൻ. നീതിമാൻ. നമ്മെ ദൈവം എന്ത് ചെയ്തു? നീതീകരിച്ചു. ഇങ്ങനെ നീതീകരിച്ചവൻ പാപം ചെയ്താൽ പാപത്തിന് ശിക്ഷ ഉണ്ടോ? ഉണ്ട്. പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് ആരെ തന്നേക്ക്? പരിശുദ്ധാത്മാവിനെ തന്നേക്ക്. അവൻ നമുക്ക് നൽകുന്ന ബോധം ഏത് ബോധം? നീതിബോധം. ഇതൊന്ന് സ്ട്രോങ് ആണ് കേട്ടോ. നീതിബോധം സ്ട്രോങ് ആണ്. നമ്മളെല്ലാം മൊബൈൽ ഉപയോഗിക്കുന്നവര്. ഈ ഇപ്പോഴത്തെ മൊബൈലുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സിഗ്നൽ ആവറേജ് ആണോ ഗുഡ് ആണോ എന്നൊക്കെ, സ്തോത്രം വീക്ക് ആണോ എന്നൊക്കെ അതിനകത്ത് നോക്കിയാൽ ഇതുപോലെ സ്തോത്രം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം വീക്ക് ആകരുത്, ആവറേജ് ആകരുത്, ഗുഡായിരിക്കും. ഓ അങ്ങനെ ഒന്ന് തുടങ്ങിയ പാവം ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പാവം ചെയ്യാൻ പറ്റത്തില്ല. പാവം ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതിന്റെ പൂർത്തീകരണം ഇരിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ വിശുദ്ധീകരണത്തിൽ. അത് നാളെ പറയാം. അതും കൂടെ പറഞ്ഞ് എനിക്ക് 12 മണി വരെ നിൽക്കണം. സ്തോത്രം. അതുകൊണ്ട് നാളെ പറയാം. നമ്മളിപ്പോ ആരാ? ഒരു ചോദ്യം. രക്ഷിക്കപ്പെട്ടവന് മാത്രമേ ഈ ഒരു അവകാശവാദം ഉള്ളൂ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ട്? നിന്നെ കൂടെ നീതിമാനാക്കാൻ ദൈവത്തിന് ഭാഗമുണ്ട്. അതിനൊറ്റ മാർഗം യേശുവെ എന്ന് വാദം വിളിക്കുക. അതിന്റെ മാർഗം രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അതിന്റെ മാർഗം സ്നാനപ്പെടുക എന്നുള്ളതാണ്. അതിന്റെ മാർഗം സ്തോത്രം വീണ്ടും ജനിക്കുക എന്നുള്ളതാണ്. സ്നാനം വേണ്ടെന്നൊക്കെ പറയുന്ന കൂട്ടരുണ്ട്. അതിന് എന്താണ് തെളിയിക്കുക? ഹല്ലേലൂയ. സ്തോത്രം. സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ. സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ. സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ. നമ്മളാരാ? നീതിമാനാണ്. ദൈവസന്നിധിയിൽ കയറാനുള്ള പ്രാഗൽഭ്യമുള്ളത്. വായു തുറന്നൊന്ന് പ്രതികരിച്ച് ഇന്ന് രാത്രി ഈ ഒരു വെളിപ്പാടോടുകൂടെ നമ്മൾ തുടങ്ങിയ ചില അസാധാരണ മേഖലകളെ നമുക്ക് കയറിയിട്ടുണ്ട്. അസാധാരണ മേഖലകളിൽ നമുക്ക് നമ്മെ ചെന്ന് കയറാൻ കഴിയും. എല്ലാ കണ്ണുള്ള ദൈവസന്നിധിയിൽ നടച്ചാട്ട് എല്ലാവരും ദൈവസന്നിധിയിൽ എഴുതുന്നു. ചില മിനിറ്റുകൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ എല്ലാ